ഗൾഫ് രാജ്യങ്ങളിൽ അതിശൈത്യത്തിന്റെ കാലമാണ്. ഈ അതിശൈത്യം ആഘോഷിക്കുകയാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികളും സ്വദേശികളും. വാരാന്ത്യങ്ങളിലാണ് ആഘോഷം. ആഘോഷം എന്ന് വെച്ചാൽ ചിക്കൻ ചുട്ടുകൊണ്ട് അഥവാ ചാർക്കോൾ ചിക്കൻ ഉണ്ടാക്കിയൊക്കെയാണ് ആഘോഷം. അത് ചിക്കൻ മാത്രമല്ല, ഫിഷ്, മട്ടൺ ഇതെല്ലാം ഉണ്ടാക്കും. അതിനുവേണ്ടി ഓരോ ഇടങ്ങൾ കണ്ടെത്തും. അവിടെ തമ്പടിച്ച് അന്ന് രാവ് മുഴുവൻ അവിടെ ചെലവിട്ടാകും ആഘോഷം. അങ്ങനെ ഒരു കാഴ്ചയാണ് ആദ്യം. രാത്രിയാണ് പാർക്കിലെത്തുക. പക്ഷെ പാർക്കിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അത് ചിക്കൻ, ബീഫ്, മട്ടൺ, ഫിഷ് ഇതെല്ലാം ഒരുക്കലാണ്. അതിനു വേണ്ടിയിട്ടുള്ള മസാല ഒരുക്കലാണ്. അത് ചിക്കനിലും ബീഫിലും മട്ടണിലും ഒക്കെ തേച്ച് പിന്നീട് അത് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഇതെല്ലാമായി പാർക്കുകളിലേക്കും മരുഭൂമിയിലേക്കും ബീച്ചുകളിലേക്കും ഒക്കെ ആളുകൾ പുറപ്പെടുക. കൊണ്ടുവന്നാല് പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കിയിട്ട് ഒരു 4 ഹവറൊക്കെ വെച്ചിട്ടുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമല്ലേ കിട്ടിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് സെറ്റാക്കി. മസാല, കുരുമുളക്, മുളക് പൊടി, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ. ഈ ഒരു ആഘോഷത്തിന് വേണ്ടി, അനുഭവത്തിന് വേണ്ടി വാരാന്ത്യമാകാൻ കാത്തിരിക്കും പലരും. അത് കുടുംബത്തോടൊപ്പം, ചിലപ്പോൾ കൂട്ടുകാർക്കൊപ്പം ഒക്കെയാണ് ഇങ്ങനെ പോകുക. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ഇതുപോലെ പോകും. മുഷരിഫ് പാർക്കിലെ കാഴ്ചയാണ് ഇത്. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലായിടത്തും ഇതുപോലെയാണ്. ഇടവും വലവും മുന്നും പിന്നും ഒക്കെ ഇത് തന്നെയാണ് കാഴ്ച. ആകാശത്തേക്കാണെങ്കിൽ പുകയുയർന്ന് ആകാശം മൊത്തം പുക മൂടുന്ന വിധത്തിൽ അത്രയധികം ആളുകൾ ഓരോ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ തുടങ്ങി. സാധനങ്ങൾ വാങ്ങലും ഇതൊക്കെ ആയിട്ട് ഏകദേശം ഒരു 2:45-3 മണി വരെ ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ശരിയാക്കി. അതായത് നമ്മൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ നമ്മൾ പങ്കെടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സേഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഇവിടെ സമയമെടുത്ത് നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു 4-5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് മാറി നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ കം ടു എർത്തായിട്ട് നമ്മൾ മാറും. അതിനുള്ളൊരു നമ്മുടെ ഒരു കൂട്ടായ്മയും കൂടിയാണ് ഇതിൽ നമുക്ക് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികളാണ് ഇത് ശരിക്കും ആസ്വദിക്കുന്നത്. മുതിർന്നവർ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. പക്ഷെ കുട്ടികൾ കൂട്ടം കൂടി പല ഇടങ്ങളിലായി ഓടി നടന്ന്, ചില ആളുകൾ ഇതുപോലെ നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ കളിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അവർ ഫുട്ബോൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മണ്ണ് വാരിയും മണൽ വാരിയും ഒക്കെ കളിക്കും. അതും അല്ലെങ്കിൽ പാർക്കിലുള്ള മറ്റിടങ്ങളിലൊക്കെ പോയിട്ട് അവർ ഒരുമിച്ച് കളിക്കും. കുട്ടികളാണ് ശരിക്കും സത്യത്തിൽ ഇത് കൂടുതലായും ആസ്വദിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല താല്പര്യം, നല്ല തണുപ്പ് കാലല്ലേ. അപ്പോൾ അവിടെ ഏത് സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുറേ നേരം ചിന്തിച്ചു. കുറേ ആൾക്കാരൊക്കെ വിളിച്ചു. അനീഷ് ഭായി വിളിച്ചു, ഷാജു സാറിനെ വിളിച്ചു, മണിയണ്ണ സാറ്, അതേമാതിരി സൽ സാറിനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പ്ലാൻ ചെയ്തു മുഷരിഫ് പാർക്ക്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു തീരുമാനം എടുത്തു, എല്ലാവരെയും അറിയിച്ചു. കുറേ ആൾക്കാരെ ഇന്ന് പണിയുള്ള ആൾക്കാർ മീൻസ് ജോലിയുള്ള ആൾക്കാരൊക്കെ ആരൊക്കെ നോക്കി അങ്ങനെ പ്ലാൻ ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ എല്ലാതും ഫിക്സാക്കി. അനീഷ് ഭായിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ചിക്കനൊക്കെ റെഡിയാക്കി. പ്രവാസത്തിൻ്റെ ചില ഉഷ്ണകാലങ്ങളാണല്ലോ ഈ നമുക്ക് ഈ ഔദ്യോഗികമായ തിരക്കുകളും സ്ട്രെസ്സുകളും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മളെപ്പോഴും ഈ ശൈത്യകാലമാണ് ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു റിലാക്സേഷൻ ഇതായിട്ട് വരും. അപ്പോൾ ഈ എന്താ പറയുക, മനസ്സിലെ ഉഷ്ണങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ശൈത്യകാലത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, അപ്പോൾ നമ്മളുടെ സർക്കിളിലുള്ള ലൈക്ക് മൈൻഡഡായ കുറച്ച് ആൾക്കാർ ഇതേപോലെ പല സെറ്റുകളാണ്. പലരും പല മേഖലകളിൽ നിന്ന് വന്നവർ വന്നിട്ട് നമ്മളെ മാനസികമായിട്ട് റിലാക്സ് ചെയ്യാണ്.
അങ്ങനെ അവസാനം നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നം മാത്രമല്ല, ഇതിന്റെ ഒരു ഏറ്റവും വലിയ സുന്ദരമായിട്ടുള്ള മുഹൂർത്തം ഇവിടെ കിട്ടുന്ന സൗഹൃദമാണ്. ഈ ചിക്കന്റെ രുചിയേക്കാൾ മനോഹരമാണ് ആ സൗഹൃദം. അതാണ് ഈ തണുപ്പിനോടൊപ്പം ചേർത്ത് എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തമാണ് ഇത്. ഇവിടെയുള്ള എല്ലാ പാർക്കുകളിലും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. അവിടുന്ന് തലകുത്തി 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 പോകേണ്ടേ, വനങ്ങളിൽ പോകേണ്ടേ, അവിടുന്ന് തലകുത്തി 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 പോകേണ്ടേ.